നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇടത് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയ NSS കരയോഗം പിരിച്ചുവിട്ടു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകിയതിനാണ് NSS മാവേലിക്കര യൂണിയൻ പിരിച്ചുവിട്ടത്. താലൂക്ക് യൂണിയൻ ഓഫീസിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത് വിവാദമായതോടെ പ്രസിഡന്റ് ഒഴികെയുള്ള താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് മാവേലിക്കര താലൂക്ക് യൂണിയൻ NSS നേതൃത്വം പിരിച്ചുവിട്ടത്. 5 അംഗ അഡ്ഹോക് കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തു. NSS നിലപാട് കണ്ട് ഞെട്ടിപ്പോയത് ഇടതുമുന്നണിയാണ്. അതായത് NSS പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന വ്യക്തമായ സന്ദേശമാണിത്. ഈശ്വരീയമായ സാമുദായിക സംഘടനയുടെ തിണ്ണനിരങ്ങാൻ നിരീശ്വരവാദികളെ അനുവദിക്കില്ല എന്ന വലിയ പ്രഖ്യാപനം കൂടിയാണ് പിരിച്ചുവിടൽ. അതായത് വൻ പ്രത്യാഘാതങ്ങൾ ഇതുവഴി ഉണ്ടാകും. സമുദായ നേതൃത്വം വരയ്ക്കുന്ന വര കടന്നാൽ അത്തരക്കാരെ ചെവിക്ക് പിടിച്ച് പുറത്തെറിയുമെന്ന സന്ദേശം കേരളത്തിലെ എല്ലാ NSS കരയോഗങ്ങളും നേതൃത്വം നൽകുകയാണ്. ശബരിമല സമരകാലത്ത് അമ്മമാർക്കും സ്ത്രീകൾക്കുമെതിരെ നാമജപ യാത്ര നടത്തിയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതുമെല്ലാം അങ്ങനെയൊന്നും മറക്കാനാകില്ല എന്ന് ഇടതുമുന്നണിക്ക് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് NSS യൂണിയൻ. സമുദായത്തിന്റെ അടിവേര് മുതൽ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇടതുമുന്നണിയുടെയും CPMന്റെയും നുഴഞ്ഞുകയറ്റം അനുവദിക്കില്ല എന്നും NSS വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കാലം മറക്കാനാവില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. NSS യൂണിയന്റെ ഒരു ഭാഗത്തും CPMനെ അടുപ്പിക്കില്ല എന്ന് ഇപ്പോൾ പരസ്യമായി ഉറപ്പായി കഴിഞ്ഞു. CPMുമായുള്ള തർക്കം രൂക്ഷമായതോടെ NSS തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കുമെന്നത് നിർണായകമാകും. ശബരിമല വിഷയത്തിൽ BJPക്കൊപ്പം സമരം ചെയ്തെങ്കിലും പൂർണ്ണമായും NSSനെ കൂടെ കൂട്ടാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. UDFും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനം NSSനുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ NSSനെ പിണക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നില്ല. ശബരിമല വിഷയത്തിൽ ഒന്നിച്ചു സമരം ചെയ്തതിന് NSS പിന്തുണ ലഭിക്കുമെന്നാണ് BJPയുടെയും NDAയുടെയും വിലയിരുത്തൽ. ഇതിനായി ശക്തമായ ചരടുവലികളും നടത്തുന്നുണ്ട്. മുൻകാലത്ത് CPM നേതാക്കളുമായി NSS നടത്തിയ കൊമ്പുകോർക്കലും വഴക്കുമെല്ലാം ഇപ്പോൾ ശരിക്കും CPMന് വിനയാവുകയാണ്. ഇടതുമുന്നണിക്ക് അടുത്തേക്കുള്ള സമദൂരം എന്ന നയം പൊളിച്ചെഴുതി ബഹുദൂരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇടതുപാളയം ശരിക്കും ഇതെല്ലാം കണ്ട് ഞെട്ടുക തന്നെ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.